എമ്പുരാൻ, ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയണോ, പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ എന്ന് പറയണോ, മുരളി ഗോപിയുടെ എമ്പുരാൻ എന്ന് പറയണോ എന്നറിയില്ല. ഇന്നലെ 27-ാം തീയതി മാർച്ച് ഏറ്റവും ആദ്യത്തെ ഷോ, ബാംഗ്ലൂരിലുള്ള ഷോ എന്ന് പറയുന്നത് രാവിലെ 6:25 അത് ഏറ്റവും നേരത്തുള്ള ഷോ അതാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ ഓഫീസിലുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ട് കണ്ടത്. കഴിഞ്ഞ ആഴ്ചയെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വളരെ എന്താ പറയുക, ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. സിനിമ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു, ഇല്ലാതെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ലൂസിഫർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതി എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സിനിമ. പക്ഷെ എന്താണ് സംഭവിച്ചത്, അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് മേക്കിംഗ് ആണ്. തുടക്കം തന്നെ നമ്മൾ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഹോളിവുഡ് നിലവാരത്തിലുള്ള ഒരു ഹോളിവുഡ് സിനിമയുടെ ഇടയ്ക്ക് കയറിയിട്ട് മലയാളം സീക്വൻസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ മേക്കിംഗ്. ഇറാഖ് ആയിക്കോട്ടെ, സെനഗൽ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, അങ്ങനെയുള്ള റഷ്യ, അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ എടുത്തിരിക്കുന്ന സീനുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു മലയാള സിനിമ. എനിക്ക് ഓവറോൾ കാണുമ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ദശാവതാരം ഇറങ്ങിയ ഒരു സമയമായിരുന്നു. ദശാവതാരത്തിന് ഇതേപോലെ തന്നെയായിരുന്നു ഈ ഒരുപാട് തമിഴ് എന്താ പറയുക, പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ഒരു സിനിമ, ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്നായിരുന്നു ദശാവതാരം പോലൊരു സിനിമ. അത് കാണുമ്പോൾ നമുക്ക് ആ അൽഖയ്ദയും ആ ഒരു എന്താ പറയുക ഹെലികോപ്റ്റേഴ്സും അതിൻ്റെ ഒരു സ്റ്റൈലിഷ് മേക്കിങ്ങും US-ഉം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്ന സമയത്ത് തമിഴ് സിനിമയിൽ ഇങ്ങനെ ഒരു നിലവാരമുള്ള ഒരു സിനിമ വന്നല്ലോ എന്നൊരു എക്സ്പീരിയൻസ് എനിക്ക് അന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് മലയാളത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു മേക്കിങ്ങും ഒരു സീൻസും സീക്വൻസുകളും. ലൂസിഫർ ആണ് അപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ. എമ്പുരാനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിനിമയിൽ 4-5 ലാലേട്ടൻ്റെ എൻട്രിയും പൃഥ്വിരാജിൻ്റെ എൻട്രിയും ഉണ്ട്. ഈ 4 ഭയങ്കര സ്ലോ മോഷനും നമ്മളൊരു KGF-ലും സലാറിലും ഒക്കെ കാണുന്നത് പോലെ തന്നെയുള്ള ഹീറോയുടെ എൻട്രി ഓരോ തവണ കാണിക്കുമ്പോഴും ഒരു BGM-ഉം സ്ലോ മോഷനും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അത് ഒരു മലയാളം സിനിമയിലൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയും രീതിയിൽ വരുന്നത് പിന്നെ സാഗർ ഏലിയാസ് ജാക്കിയും പോക്കിരി രാജിയും അങ്ങനത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ കുറച്ചുകൂടി കൂടുതലാണ്. വേറെ ഫ്രെയിംസ് ആണെങ്കിലും അതിൻ്റെ ഒരു ഓറയാണെങ്കിലും ഒരു അന്തരീക്ഷമാണെങ്കിലും ഒക്കെ വേറെയാണ്. അത് കുറച്ച് അധികമായി പോയോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ എനിക്ക്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം മാത്രം ഉണ്ടായിരുന്നു എനിക്ക്. സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മൊത്തമായിട്ട് പറയുന്നില്ല, ഇത് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു റിവ്യൂ. ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് എമ്പുരാൻ എവിടെ നിർത്തിയോ, ലൂസിഫർ എവിടെ നിർത്തിയോ, ലൂസിഫറിൽ നമ്മളെ ടോവിനോ ചീഫ് മിനിസ്റ്ററായിട്ട് മാറുകയാണ്. അങ്ങനെ ചീഫ് മിനിസ്റ്ററായിട്ട് PK രാംദാസ് എന്ന് പറഞ്ഞ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, ജനസമ്മതനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകനായിട്ടുള്ള ജതിൻ എന്ന് പറഞ്ഞ പേരിലുള്ള ടോവിനോ അവതരിപ്പിക്കുന്ന CM. ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട് എന്താ പറയുക പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പാർട്ടികളൊക്കെ ഇദ്ദേഹത്തിന് എന്താ പറയുക അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജതിൻ CM സ്ഥാനത്ത് നിന്ന് തന്നെ അത് വിട്ടുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ പുതിയ പാർട്ടി നോർത്തിൽ നിന്നുള്ള ഒരു പ്രബലമായിട്ടുള്ള വലിയൊരു പാർട്ടിയെ ആയിട്ട് എന്താ പറയുക ലയിപ്പിച്ചുകൊണ്ട്, തൻ്റെ പാർട്ടിയും കൂടെ ലയിപ്പിച്ചുകൊണ്ട് പുതിയൊരു പാർട്ടിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി ഒരു മുഖ്യമന്ത്രിയാണ്. അത് ഒരു എന്താ പറയുക കേരളത്തിലുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങൾ മൊത്തമായിട്ട് മാറാൻ ഒരുങ്ങുന്നൊരു സമയം. അപ്പോൾ ഈ ഒരു സമയവും ഈ നോർത്തിൽ നിന്ന് വരുന്ന ഈ ഒരു പാർട്ടിക്ക് ഒരു പഴയ ഒരു കലാപത്തിൻ്റെ, ഗുജറാത്തിലുണ്ടായിരുന്ന ഒരു കലാപത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും കൂടെ ഉണ്ട്. 2002 കാലഘട്ടങ്ങളിൽ ശരിക്കും റിയൽ ഇൻസിഡൻ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ഗുജറാത്ത് കലാപവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അന്ന് ഒരുപാട് കലാപങ്ങളും കേസുകളും ഒക്കെ ഉണ്ടായിരുന്ന കുറേ ആളുകളാണ് ഇപ്പോഴത്തെ വലിയ മന്ത്രിപദങ്ങളിലും അല്ലെങ്കിൽ മിനിസ്റ്ററായിട്ടൊക്കെ മാറിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറിയിലേക്ക് വരുന്ന സമയത്ത് കേരളം ഇങ്ങനെ എന്താ പറയുക പ്രശ്നം ആവാൻ പോവുകയാണ്. ഈ സമയത്ത് കേരള രാഷ്ട്രീയത്തിനെ രക്ഷിക്കാനായിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ആ ഒരു ആളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുകയും ഗോവർദ്ധൻ എന്ന കഥാപാത്രം, ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം മാത്രമല്ല ഒരുപാട് ആളുകൾ വിചാരിക്കുകയാണ്. അപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി ശരിക്കും ആരാ? സ്റ്റീഫൻ നെടുമ്പള്ളി അബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ ഇതിലും അങ്ങനെ ഈ ഒരു സിനിമയിൽ അങ്ങനെ പറയുന്നില്ല. ഇല്ലുമിനാറ്റി എന്നൊരു സംഭവം ഉണ്ട് എന്നൊന്നും അങ്ങനെ പറയുന്നില്ല. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇല്ലുമിനാറ്റി AK കമ്മ്യൂണിറ്റി, എബ്രഹാം ഖുറേഷി നെക്സസ് കമ്മ്യൂണിറ്റി എന്നും പിന്നെ വേറൊരു കമ്മ്യൂണിറ്റിയും കൂടെ ഉണ്ട്.
അങ്ങനെ 1000-ഓളം വരുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇലുമിനാറ്റിയെ കുറിച്ചിട്ട് എനിക്കറിയാവുന്നത്. അപ്പം അതിലെ ഇൻഡോ ഏഷ്യൻ ആ ഒരു സംഭവം, ആ ഒരു മേഖലകളിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതാണ് AK കമ്മ്യൂണിറ്റി, അതായത് എബ്രഹാം ഖുറൈഷിയുടെ കമ്മ്യൂണിറ്റി. അതായത് എബ്രഹാം ഖുറൈഷി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് അത്രയും വലിയ ആ ഒരു ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിൽ പോലും, ആ ഒരു ലോകത്തിൻ്റെ ഒരു നിലനിൽപ്പിലാണെങ്കിൽ പോലും ഇല്ലുമിനാറ്റി ഉണ്ടെങ്കിൽ അത്രയും വലിയൊരു ഹിഡൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പവറുള്ള ഒരു കഥാപാത്രമാണ് എബ്രഹാം ഖുറൈഷി. അങ്ങനെ ഈ എബ്രഹാം ഖുറൈഷിയുടെ അടുത്തേക്ക് എത്താനായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ചെയ്തിട്ടാണ് ഇന്ദ്രജിത്ത് ലാലേട്ടനെ കാണാനെത്തുന്നത്, എബ്രഹാം ഖുറൈഷിയെ കാണാനെത്തുന്നത്. അങ്ങനെ എബ്രഹാം ഖുറൈഷി പറയുന്നു, ഓക്കെ, നീ അറിയാതെ തന്നെ ഞാൻ നിന്നെ യൂസ് ചെയ്യും, ഞാൻ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഞാൻ കേരളത്തിനെ രക്ഷിക്കും, കേരള പൊളിറ്റിക്സിനൊക്കെ രക്ഷിക്കും എന്നുള്ളതൊക്കെ അദ്ദേഹം പറയാതെ പറയുന്നു. അങ്ങനെ അതുവരെ ഇന്റർപോളിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത എബ്രഹാം ഖുറൈഷിയുടെ മുഖം റിവീൽ ചെയ്തുകൊണ്ട്, എബ്രഹാം ഖുറൈഷി എന്നെ റിവീൽ ചെയ്തുകൊണ്ട്, തൻ്റെ ഒരു ഫേക്ക് മരണം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുഖം റിവീൽ ചെയ്യുന്ന സമയത്ത് ആരാണ്? സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു മരണം ഇയാൾ ഫേക്ക് ചെയ്തല്ലോ. അപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി മരിച്ചു എന്നുള്ള ലെവലിലേക്ക് എത്തപ്പെടുകയാണ്. കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരും ചാനലുകളും പൊളിറ്റിക്കൽ ലീഡേഴ്സും എല്ലാവരും ഇത് കാണുന്നു, സ്റ്റീഫൻ നെടുമ്പള്ളി മരിച്ചുപോയി, ഒരു ടെററിസ്റ്റ് ആക്രമണത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്നു. പക്ഷേ എബ്രഹാം ഖുറൈഷിയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അപ്പോഴും റിവീൽ ആവുന്നില്ല. അങ്ങനെ ഈ സമയത്ത് ഈ പറഞ്ഞ എന്താ പറയുക, നോർത്തിൽ നിന്നുള്ള ബജ്രംഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രവർത്തകർ, ഈ പ്രവർത്തകർ ഒരു പാർട്ടി പ്രവർത്തകർ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുകയാണ്. പക്ഷേ ആളുകളുടെ ഒക്കെ ഹോപ്പ് എന്ന് പറയുന്നത് പ്രിയദർശിനി എന്ന് പറഞ്ഞ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിലേക്കാണ്. പ്രിയദർശിനി ഈ ഒരു നേതാവായിട്ട് കയറുകയാണെങ്കിൽ ആ ഒരു പാർട്ടി ശക്തപ്പെടും എന്നുള്ളൊരു ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ടോവിനോ ആണെങ്കിൽ ഇനി എന്താ പറയുക, എല്ലാം ബജ്രംഗി എന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്നത് പോലെ ചെയ്യാമെന്നുള്ള ആ ഒരു ധാരണയിൽ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് സെൻട്രൽ കേസുകളൊക്കെ ഉണ്ട്, അതൊക്കെ പിൻവലിക്കാനായിട്ട് ഈ ഒരു നോർത്തിൽ നിന്നുള്ള ഈ ഒരു പാർട്ടി സഹായിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം വിചാരിക്കുന്നത്, അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രിയദർശിനി ഒരു പാർട്ടിയുടെ ഒരു ലീഡറായിട്ട് തന്നെ ഈ ഒരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയും അത് ആ ഒരു പാർട്ടിക്ക് ഭയങ്കര ഊർജ്ജം കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരു പൊളിറ്റിക്കൽ പവർ അവിടെ ഉണ്ടാവുകയാണ് എന്നുള്ളൊരു പ്രതീതി അവിടെ നിലനിർത്തുന്നു. അതിന് പ്രിയദർശിനിയെ കൊല്ലാനായിട്ട് കുറേ മാവോയിസ്റ്റ് സംഘങ്ങൾ, അതായത് ബജ്രംഗി ഏൽപ്പിക്കുന്ന അവർ ഏർപ്പാടാക്കുന്ന കുറച്ച് ഗുണ്ടകൾ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി അതായത് എബ്രഹാം ഖുറൈഷി അല്ല, സ്റ്റീഫൻ ആയിട്ട് ലാലേട്ടൻ വീണ്ടും ഒരു കറുപ്പ് ഡ്രസ്സിലൊക്കെ ഇട്ട് വന്ന് ഫൈറ്റ് ചെയ്യുന്നു. പ്രിയദർശിനിയെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അവൾ പാർട്ടിയിൽ ജോയിൻ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അവളെ ഏൽപ്പിച്ച്. കാരണം ഇവരൊരു ഫാമിലി ആണല്ലോ, ഇവരൊരു ദത്തുപുത്രനാണെങ്കിലും ഇവരൊക്കെ ഒരു ഫാമിലിയാണ്, ഒരു ചേട്ടൻ അനിയൻ എന്നുള്ള ലെവലിലുള്ളൊക്കെ, അനിയത്തി എന്നുള്ള ലെവലിലൊക്കെ ഇവരുടെ ഒരു ബന്ധം കൂടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ സ്റ്റീഫൻ ഒരു ദത്തുപുത്രനാണ്. അപ്പോൾ പ്രിയദർശിനി അയാളുടെ ഒരു സഹോദരി എന്നുള്ള ലെവലിൽ തന്നെ അവൾക്കുള്ളൊരു അപകടത്തെ ഇദ്ദേഹം രക്ഷിക്കുന്നു. പ്രിയദർശിനി ഈ ഒരു പാർട്ടിയിലേക്ക് മെമ്പറായിട്ട് വരുന്നു. അവൾ ഇനി ഒരു അടുത്തൊരു CM ആവാം എന്നുള്ള ലെവലിലാണ് അവളുടെ കഥ അവിടെ എൻഡ് ആവുന്നത്. അങ്ങനെ സ്റ്റീഫൻ തൻ്റെ അനിയനായിട്ടുള്ള ടോമിനോയുടെ എന്താ പറയുക വഴി ശരിയല്ല എന്നൊക്കെ, അവനെ ഒന്ന് ശരിയാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നോർത്തിലേക്ക് ബജ്രംഗിയെ കാണാൻ വേണ്ടിയിട്ട് പോയ, ബജ്രംഗി പാർട്ടി പ്രവർത്തകരെ കാണാൻ വേണ്ടി പോയ ടോമിനോയെ തട്ടിക്കൊണ്ടു പോവുകയും അവനെ ഒരു കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും, ആ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദിൻ്റെ ഫാമിലിയെ മൊത്തം, ഞാൻ പറഞ്ഞല്ലോ 2002 കാലഘട്ടങ്ങളിൽ ഒരു ഗുജറാത്ത് കലാപം സിനിമയുടെ തുടക്കം കാണിക്കുന്നുണ്ട്. അതിലാണ് സയ്യിദ് മസൂദ് അവിടുന്ന് രക്ഷപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ മൊത്തമായിട്ടും ഈ ഒരു പാർട്ടി പ്രവർത്തകർ, ബജ്രംഗിയുടെ അന്നത്തെ കാലത്തെ ഗുണ്ടകളായിരുന്ന ബജ്രംഗിയുടെ പ്രവർത്തകർ കൊലപ്പെടുത്തുന്നു. അപ്പോൾ അവരെ ആ ഒരു കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ബജ്രംഗിയെ തടയുന്നത് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ എബ്രഹാം ഖുറൈഷിയുടെ ഒരു പ്രതികാരവും, അതേപോലെ തന്നെ തൻ്റെ ഫാമിലിയെ മൊത്തം നശിപ്പിച്ച, സയ്യിദ് മസൂദിൻ്റെ ഫാമിലിയെ മൊത്തം നശിപ്പിച്ച ഈ ഒരു ബജ്രംഗിയുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ ആ ഒരു ലീഡറെ കൊല ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിവെഞ്ചും, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികാരം കൂടെ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ തന്നെ അവർ ഈ ഒരു മെയിനായിട്ടുള്ള വില്ലനെ തോൽപ്പിക്കുന്നതുമായിട്ടാണ്, അല്ലെങ്കിൽ ഇടിച്ച് പഞ്ചറാക്കി കൊല ചെയ്യുന്നതുമായിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, 23 വർഷമായിട്ട് ഞാൻ നിനക്കൊരു വാക്ക് തന്നിരുന്നു, നിൻ്റെ ഫാമിലിയെ നശിപ്പിച്ച ആളുകളെയൊക്കെ നമുക്ക് കൊല്ലാം, ഇത് നിൻ്റെ മാത്രം റിവെഞ്ച് അല്ല, എൻ്റെയും കൂടി റിവെഞ്ച് ആണെന്നൊക്കെ ലാലേട്ടൻ്റെ എബ്രഹാം ഖുറൈഷി എന്ന ക്യാരക്ടർ പറഞ്ഞിട്ടാണ് ഈ ഒരു ഫൈറ്റിലേക്ക് പോകുന്നതും അവരെ കൊല ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കഥ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത്. ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്ക് തോന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപാകത തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു സിനിമയുടെ പ്രശ്നം. എനിക്ക് തോന്നിയതും ഇത്തരത്തിലുള്ളൊരു അപാകതയാണ്. ഈ ഒരു കാര്യം സൂപ്പറായിട്ട് മേക്കിംഗ് ക്വാളിറ്റിയിൽ
അത്തരം ഒരു വെറൈറ്റി രീതിയിൽ തന്നെ മലയാള സിനിമ ഇതുവരെ കാണാത്ത വെറൈറ്റി രീതിയിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊന്നും പറയില്ല, അതിലിപ്പോൾ ഒരു 10-ൽ 10 റേറ്റിംഗ് ഞാൻ കൊടുക്കും. പക്ഷേ സ്റ്റോറി മുരളി ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡയലോഗുകളായിക്കോട്ടെ, ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രെയിം എഴുതുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കുമല്ലോ അദ്ദേഹം മനസ്സിൽ കണ്ട് എഴുതുന്നത്, അതൊക്കെ അടിപൊളിയാണ്, അതിനൊന്നും ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി, ഞാൻ നോർത്തുനിന്ന് വരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അത് RSS അല്ലെങ്കിൽ BJP ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ ഗുജറാത്ത് കലാപം ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമ ഓവറോൾ ഒരു ഫിക്ഷൻ ആണെങ്കിലും, ഫിക്ഷണൽ സിനിമയാണ്, ഇതിലെ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ടോ മരിച്ചവരായിട്ടോ ഒരു ബന്ധമില്ല എന്നൊക്കെ സിനിമയുടെ തുടക്കം എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ പണ്ട് ഹിസ്റ്റോറിക്കലായിട്ട് കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു സിനിമയിൽ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ഒരു കൊമേഴ്ഷ്യൽ ടച്ചുള്ള ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ CPI ആണെന്നോ അല്ലെങ്കിൽ UDF ആണോ LDF ആണെന്നോ ഒന്നും എവിടെയും പറയുന്നില്ല, വേറെ പേരിലാണ്. മറ്റ് സിനിമകളിലൊക്കെ, രാഷ്ട്രീയ സിനിമകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ മറ്റൊരു പേരിലൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമയിലെ പല പാർട്ടിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഇത് കമ്മ്യൂണിസ്റ്റിനെ കൊള്ളിക്കുന്നതാണ്, ഇത് LDFനെ, ഇത് സംഘപരിവാറിനെ അല്ലെങ്കിൽ ഇവരെ കൊള്ളിച്ച് സംസാരിക്കുന്നതാണ് നമുക്ക് നന്നായിട്ടറിയാം. അമിത്ഷാ, നരേന്ദ്രമോദി ഇവരൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറേ ഡയലോഗുകൾ, ഇത് തന്നെയല്ലേ അമിത്ഷാ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സീനുകളും ഒക്കെ ചോറ് കഴിക്കുന്ന മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മനസ്സിലാവും. നമുക്കത് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയെ എങ്ങനെ വേണമെങ്കിലും ഞങ്ങളിത് അല്ലട്ടോ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിലും ഓവറോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ന്യൂസ് ചർച്ചകളും ഹെയ്റ്റ് ക്യാമ്പയിനുകളും സിനിമയുടെ ഇത്രയും ഭാഗങ്ങൾ വെട്ടിമാറ്റണം എന്നുള്ളൊക്കെ ഒരു ഹൈക്കോടതി ഹർജിയും ഒക്കെ പോകുന്നുണ്ട്. ഒരുപാട് കേസും ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ 17ഓളം സീനുകൾ വെട്ടിമാറ്റണം എന്നൊക്കെ തിങ്കളാഴ്ച മുതലുള്ള ഒരു പുതിയൊരു വേർഷൻ സിനിമ തന്നെ ഇറങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് എമ്പുരാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റിലുള്ള ചെറിയൊരു പാളിച്ചയാണ്. തുടക്കം കിടിലനായിരുന്നു. ആദ്യത്തെ ഒരു 40 മിനിറ്റ്സോളം വരുന്ന ലാലേട്ടനെ കാണിക്കുന്ന ആ ഒരു ലെവൽ വരെ, ഇൻ്റർവെല്ലിൻ്റെ പകുതി വരെ കിടിലനായിട്ട് പോയിരുന്ന ഒരു സിനിമയായിരുന്നു. അതിനുശേഷം അബ്രാം ഖുറൈഷി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ഇങ്ങോട്ട് കാണിക്കുന്നു. ഇദ്ദേഹം കോട്ടിട്ട് ഇങ്ങനെ വരുന്നു. വളരെ ലിമിറ്റഡ് ഡയലോഗുള്ളൂ, ചെറിയ ഡയലോഗ്, സാഹിത്യം കലർന്ന ഡബിൾ മീനിങ് വരുന്ന രീതിയിലുള്ള അതായത് തെറിയായിട്ടുള്ള ഡബിൾ മീനിങ് അല്ല കേട്ടോ. ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് ലെയേഴ്സ് തോന്നുന്ന രീതിയിലുള്ള ഡയലോഗുകൾ, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അബ്രാം ഖുറൈഷി. അപ്പോൾ അതിൽ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വലങ്കൈയായിട്ട് പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്ന ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ. അദ്ദേഹത്തിന് യാതൊരു ഡയലോഗുകളും ഇല്ല. ഓക്കെ ബായ്ജാൻ അങ്ങനെ പറയുന്ന ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് വരുന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനോ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് പോവുക, അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷൻസ് കാണിക്കുക, അതൊന്നും വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഈ കൂട്ടക്കൊല ചെയ്യുന്ന ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ വരെ ബലാത്സംഗം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കലാപം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങിയിരുന്നത്. അത് സയ്യിദ് മസൂദിൻ്റെ ഫാമിലിയിൽ സംഭവിച്ച ആ ഒരു ട്രോമയുണ്ട്. അതിന് അദ്ദേഹത്തെ രക്ഷിക്കുന്നത് ഈ പറഞ്ഞ ലാലേട്ടൻ്റെ അബ്രാം ഖുറൈഷി എന്നൊരു ക്യാരക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണിക്കുന്നില്ല. ഇവർ ഇങ്ങനെ രക്ഷിച്ചു, സയ്യിദ് മസൂദിനെ ഇങ്ങനെ ചെറുപ്പകാലത്ത് ലാലേട്ടൻ രക്ഷിച്ചു. അത് കാണിക്കുക എന്നല്ലാതെ ഈ ഒരു പ്രതികാരം ചെയ്യാനായിട്ട് അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം, അവർക്കിടയിലുള്ള ഒരു ബന്ധം കാണിച്ചിട്ടില്ല ഈ ഒരു സിനിമയിൽ. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. അത് എന്തിനാണ് ലാലേട്ടൻ ഇവരെ പ്രതികാരം ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അതിൽ പൃഥ്വിരാജിനോട് തന്നെ, സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറോട് തന്നെ അബ്രാം ഖുറൈഷി പറയുന്നുണ്ട്, ഞാൻ പണ്ട് നിനക്കൊരു വാക്ക് തന്നിരുന്നു, നിൻ്റെ ഫാമിലിയെ നശിപ്പിച്ചവരെ ഞാൻ എന്താ പറയുക ഏതെങ്കിലും കാലത്ത് കണ്ടുപിടിച്ച് കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അബ്രാം ഖുറൈഷി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു മനുഷ്യൻ, ആ ഒരു വലിയ ലൂസിഫറിൽ എവിടെ നിർത്തിയോ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആള്, ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള അബ്രാം ഖുറൈഷി എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു ക്യാരക്ടർ, ആ ഒരു സംഭവത്തിന് 23 വർഷം വേണ്ടി വന്നോ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലീഡറെ തോൽപ്പിക്കാൻ? അല്ലെങ്കിൽ ഈ കേരളത്തിലേക്ക് അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കേരളത്തിലേക്ക് അവരെ എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരാനായിട്ട് അബ്രാം ഖുറൈഷി വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, സയ്യിദ് മസൂദിൻ്റെ ഫാമിലിയെ കൊന്നവരെ കൊല്ലാനായിട്ട് കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് കേരളത്തിലേക്കുള്ള അവരുടെ എൻട്രി വരുന്നത്. അപ്പോൾ അബ്രാം ഖുറൈഷി വിചാരിക്കണം, അവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്, കേരളത്തിലെ പൊളിറ്റിക്കൽ
സംഭവങ്ങളൊക്കെ താറുമാറാവും. എന്നാൽ പിന്നെ സയ്യിദ് മസൂദിന്റെ ഫാമിലിയെ കൊന്നതും കൂടെ ഇവരാണല്ലോ, എന്നാൽ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പ്രതികാരം ചെയ്തേക്കാം എന്നുള്ളൊരു ലെവലിലുള്ളൊരു റിവഞ്ചാണ് സിനിമയിൽ കാണിച്ചത്. നിങ്ങളിത് കണ്ടവരിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനെന്ത് ലോജിക്കാണുള്ളത്? അത്രയും കാലം വെയിറ്റ് ചെയ്യണോ? അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ സയ്യിദ് മസൂദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 3-4 ഹെലികോപ്റ്റർ മാത്രം വരുന്നുള്ള കുറേ സംഭവങ്ങളുള്ള ഒരാളാണ് എബ്രാഹിം ഖുറൈശി. അപ്പം അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്യണോ? ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് ഇത്രയും കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഒന്നാമത്തെ ഒരു വലിയൊരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മഞ്ജു വാര്യർ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു പ്രിയദർശിനി എന്നൊരു ക്യാരക്ടർ ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ എനിക്കറിയാവുന്ന സ്ത്രീകൾ ആയിക്കോട്ടെ, ആരും നമ്മളെ സുഹൃത്തുക്കളായിക്കോട്ടെ, സ്ത്രീ ശാക്തീകരണത്തിന്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യണം, തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു റിലേഷൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് അതോടുകൂടെ ഇല്ലാതാകുന്നില്ല, സ്ത്രീ ശാക്തീകരണത്തിനൊരു മുഖം ഉണ്ടെങ്കിൽ അത് മഞ്ജു വാര്യരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ ആളുകളുണ്ട്. അത് തന്നെയാണ് ഇവർ ഈ പറയുന്ന ഒരുവിധ എല്ലാ സിനിമകളിലും അവരുടെ ഒരു എന്താ പറയുക, ഹൗ ഓൾഡ് ആർ യു എന്നൊരു സിനിമ മുതൽ പിന്നീട് വന്ന എല്ലാ സിനിമകളിലും സ്ത്രീ ശാക്തീകരണം, സ്ത്രീയുടെ ഒരു പവർ അതിങ്ങനെ കാണിച്ച് എല്ലാ സിനിമയിലും ഇതിങ്ങനെ കാണിക്കുക. അത് തന്നെയാണ് ഈ ഒരു എമ്പുരാൻ എന്ന സിനിമയിലും കാണിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ ഒരു പവർ, ലീഡർഷിപ്പ് ക്വാളിറ്റി, അതാണ് ഈ ഒരു സിനിമയിലും വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ കുറേ സീനുകളൊക്കെ ട്രിബ്യൂട്ട് പോലെ ആളുകളൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി ചെയ്തോ, നമ്മുടെ പടം അല്ലേ, എന്നാൽ പിന്നെ നമ്മളും കൂടി കയറി അഭിനയിച്ചേക്കാം എന്നുള്ള ലെവലിലുള്ള ആൻ്റണി പെരുമ്പാവൂരിൻ്റെ റാവുത്തർ എന്നൊരു കഥാപാത്രം. എന്തിനാണ് ഇദ്ദേഹത്തിലൂടെ മാത്രമേ എബ്രാഹിം ഖുറൈശിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന ലെവലിലുള്ള ഒരു കാണിക്കൽ. എത്രയോ നടന്മാരും എത്രയോ വലിയ വലിയ നടന്മാരുള്ള ഈ ഒരു സിനിമയിൽ ഈ ഒരു കഥാപാത്രത്തെ ചെയ്യാൻ എന്തിനാണ് ആൻ്റണി പെരുമ്പാവൂരിനെ തന്നെ പൃഥ്വിരാജ് അല്ലെങ്കിൽ മുരളി ഗോപി സെലക്ട് ചെയ്തത്? അത് ഭയങ്കര ബോറായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര വെയിറ്റിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്ന സമയത്ത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിന് ഫിറ്റ് അല്ലാത്തൊരു ഒരു എന്താ പറയുക, ജോബ് റോൾ, ഒരു ആക്ടിങ് റോൾ പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഫാസിൽ എന്നൊരു പള്ളിയിലച്ഛനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം എമ്പുരാനിൽ നന്നായിട്ട് ചെറിയൊരു റോളായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ആ നെടുമ്പള്ളി എന്നൊരു ഗ്രാമത്തിൽ ഈ പള്ളിയിലച്ഛൻ പറഞ്ഞാലേ, ഈ പള്ളിയിലച്ഛൻ പറയുന്ന പോലെയാണ് അവിടുത്തെ ആളുകളൊക്കെ അനുസരിക്കുന്നതും, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവതരിക്കാൻ സ്റ്റീഫൻ നെടുമ്പള്ളി ഉണ്ട് എന്നുള്ളൊരു ഒരു വെപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു ഗ്രാമം മുഴുവൻ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ത് ചെയ്തിട്ടാണ്? അത് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലൂസിഫറിൽ കാണിച്ചു. പിന്നെ ഇതൊരു ട്രിബ്യൂട്ട് പോലെ, അതായത് ലാലേട്ടനെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഫാസിലാണ്. അപ്പോൾ ആ ഒരു ട്രിബ്യൂട്ട് പോലെ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അതൊന്നും വേണ്ടായിരുന്നു തോന്നി. കഴിഞ്ഞ ലൂസിഫറിലാണെങ്കിൽ അതിലൊരുപാട് പാവപ്പെട്ട കുട്ടികളെയൊക്കെ എന്താ പറയുക, അനാഥാലയത്തിൽ വെച്ച് പഠിപ്പിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. സൂപ്പർ ഹീറോ അവതരിക്കുന്ന പോലെ പ്രശ്നം ഉണ്ടാവട്ടെ, എന്നാൽ പിന്നെ ഞാൻ സൂപ്പർ ഹീറോ ആയിട്ട് അവരെ രക്ഷിക്കാം എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു സിനാരിയോയിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് സിനിമയിൽ ഒരുപാട് ഫൈറ്റ് രംഗങ്ങളാണ്. എല്ലാം കിടിലൻ എന്ന് വെച്ചാൽ എല്ലാം കിടിലൻ തന്നെയാണ്. അതിലൊരു രാത്രിയുള്ളൊരു ഫൈറ്റ് ഉണ്ട്. ഒരു പ്രിയദർശിനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എബ്രാഹിം ഖുറൈശി അല്ലല്ലേ, ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് പോകുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എബ്രാഹിം ഖുറൈശി എന്നൊരു ക്യാരക്ടറിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലാലേട്ടന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥാപാത്രം പോലെയാണ് എനിക്ക് തോന്നിയത്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ആയിക്കോട്ടെ, അത്രയും ഗുണ്ടകൾ വരുന്ന സമയത്ത് എന്നാൽ പിന്നെ ഇവരെ ഇടിച്ച് തോൽപ്പിക്കാമെന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി തീരുമാനിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ വെടിവെച്ച് കൊല്ലാനായിട്ട് കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഇവരൊക്കെ ഇടിച്ച് തോൽപ്പിക്കാമെന്നുള്ള ലെവലിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കഥാപാത്രം എന്തിനാണ് പുറത്തു പോയിട്ട് ഇത്രയും മാസ് കാണിക്കുന്ന ആൾ എന്തിനാണ് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ എന്താ പറയുക, മുണ്ട് മടക്കി കുത്തി അടിപിടി കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഉസ്താദ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, ലാലേട്ടൻ്റെ ഒരു ഉസ്താദ് എന്നൊരു സിനിമ. പരമേശ്വരൻ എന്ന് പറഞ്ഞ നാട്ടിലൊരു മുഖവും ദുബായിൽ പോകുമ്പോൾ മറ്റൊരു മുഖമായിട്ടുള്ള ഒരു വ്യക്തി, ഇതേപോലുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയും എബ്രാഹിം ഖുറൈശിയായിട്ട് എനിക്ക് തോന്നുന്നത്. എബ്രാഹിം ഖുറൈശി ആണെങ്കിൽ അദ്ദേഹം വലിയ എന്തോ ഒരു സംഭവമാണ്. അത് ആ ഒരു സംഭവത്തെ തന്നെ കാണിക്കണമായിരുന്നു. ഇവർ സിനിമയുടെ ലാസ്റ്റിലേക്ക് വന്നിട്ട് ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? അത്രയും അത് ഇദ്ദേഹം ഇറങ്ങി തിരിച്ചിട്ടല്ല അദ്ദേഹത്തെ തല്ലി തോൽപ്പിക്കുകയല്ല വേണ്ടിയിരുന്നത്. അവർ ബുദ്ധിപരമായിട്ട് ചെയ്യുകയായിരുന്നു വേണ്ടത്. അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു, ഇങ്ങനെ ചെയ്താൽ ഇവരെ ഇങ്ങനെ തോൽപ്പിക്കാം, അല്ലെങ്കിൽ ഇവരെ
ഇവരുടെ പവർ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇല്ലുമിനാറ്റിയുടെ ഒരു വലിയൊരു സംഭവമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇവരുടെ പവറെല്ലാം നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ഇവരെ തോൽപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലാവുമായിരുന്നു. അപ്പോൾ ഇതും ഗുണ്ടകളും ഒരു ഗാങ്സ്റ്റർ മൂവി തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്? അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലാണ് ഒരു വിയോജിപ്പുള്ളത്. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നൊരു സംഭവം ഈ ഒരു സിനിമയിൽ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇദ്ദേഹം വേറെ എന്തോ ഒരു ഗ്യാങ് ലീഡറാണ്, ഒരു എന്താ പറയുക, ഒരു കള്ളക്കടത്തുകാരനാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഡയമണ്ടും ഗോൾഡും ഒക്കെയാണ് അദ്ദേഹം സ്മഗിൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഡോൺ ആയിരുന്നെങ്കിൽ, ഒരു ഡോൺ പോലെയുള്ള ഒരു സംഭവമാണ് അബ്രഹാം ഖുറേഷി എങ്കിൽ ഓക്കെ. പക്ഷേ ഇത് ഇല്ലുമിനാറ്റിയുടെ വലിയൊരു ഒരു നെക്സസിൽപ്പെട്ട ഒരു തലവനാണ് അബ്രഹാം ഖുറേഷി എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇത്രയും പവർഫുള്ളായ ഒരു ക്യാരക്ടർ എന്തിന് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകണം? അതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് ഈ എമ്പുരാൻ എന്നൊരു കഥയിൽ എനിക്ക് തോന്നിയത്. പിന്നെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ പറയുമല്ലോ, അവരുടെ കുടുംബത്തിലുള്ള കുറേ ആൾക്കാരൊക്കെ ഈ സിനിമയിൽ കയറി അഭിനയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിനൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഏറ്റവും എൻഡിലേക്ക് വരുന്ന സമയത്ത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഇനി മൂന്നാം ഭാഗം ഉണ്ടെങ്കിൽ ചെയ്താൽ പോരെ. അത് വെറുതെ ഒരു ടൈലൻഡ് ഇട്ട് കൊടുത്ത് നിർത്തിയതുപോലെ, അനാവശ്യമായിട്ട് ടൈലൻഡ് ഉണ്ടാക്കി നിർത്തിയതുപോലെ എനിക്ക് തോന്നി. പ്രമോഷനിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹിഡൻ ക്യാരക്ടർ, ഒരു ഇൻ്റർനാഷണൽ ആക്ടർ റിക് ഹ്യൂനാണ് ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. ആ റിക് ഹ്യൂൻ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിന് എത്ര പേർക്ക് അറിയാം? അതാണൊരു ക്വസ്റ്റ്യൻ. ആ ഒരു സമയത്ത് നമ്മൾ തിയേറ്ററിൽ നിന്ന് കയ്യടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഫഹദ് ഫാസിലാണോ, മമ്മൂക്കയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടറാണോ, അമീർ ഖാനാണോ എന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് എന്താ പറയുക, ആൾക്കും മനസ്സിലാവാത്ത ഒരു ആക്ടർ റിക് ഹ്യൂൻ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ഫിലിംസ് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഏഞ്ചൽസ് ആൻഡ് ഡീമോൺസ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. മിഷൻ ഇമ്പോസിബിൾ സിനിമയിലൊക്കെ ആ ഒരു കാർ റേസിംഗ് സീനിലൊക്കെ വരുന്ന ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറെയും കുറേ സിനിമകളുണ്ട്, എനിക്കും അത്ര പരിചയം പോരാ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇതാരടപ്പ എന്നുള്ളൊരു മൈൻഡാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഓവറോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഏറ്റവും നന്നായിട്ട്, ഭയങ്കര ടോപ്പ് ക്ലാസ് കഷ്ടപ്പെട്ട ഒരാൾ പായസം ഉണ്ടാക്കിയിട്ട് അത് കൊളാകുന്ന സമയത്ത് അതറിയുന്ന ആളുകൾ, അത് കുടിക്കാൻ വരുന്ന ആളുകൾ പറയില്ലോ അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പടമായി പോയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനി ചിലപ്പോൾ അതിൻ്റെ കട്ട് വേർഷൻസ് ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ കുറേ എന്താ പറയുക ന്യൂസുകളും റീൽസുകളൊക്കെ കണ്ടു. 17ഓളം കട്ടുകൾ ചെയ്തിട്ടാണ് ഇനി എമ്പുരാൻ റിലീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വില്ലൻ്റെ പേര് മാറ്റുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സ്പോയിലേഴ്സ് ഉണ്ട് എനിക്കറിയാം, പക്ഷേ ഓവറോൾ അത്രയും വെയിറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു. അത്രയും കാലങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയായി പോയത് കൊണ്ട് മോശമെന്നല്ല, പക്ഷേ ഹൈപ്പിനോട് അത്ര ലെവലിൽ എത്തിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സി യു, ബൈ.